നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആളും തരവുമൊക്കെ മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ ചിലപ്പോൾ ചില സിനിമയിലൊക്കെ ഡയലോഗിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആളറിഞ്ഞ് കളിക്കടാ എന്നൊക്കെ. എത്ര മര്യാദയോടെയും വിനയത്തോടെയുമാണ് അദ്ദേഹം കാര്യത്തെ സമീപിക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കതിൽ റെഫറൻസ് പോയിൻ്റായിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം നമ്മുടെ ബഹുമാന്യനായ മാർപ്പാപ്പായെ വിരട്ടിയത്രേ. കത്തോലിക്കരായ ആളുകളെല്ലാവരും എന്നെ ആശ്രയിച്ച് നിന്നോണം, കാരണം ബഹുമാന്യനായ മാർപ്പാപ്പ പറഞ്ഞല്ലോ, മനുഷ്യരെ കൊല്ലുന്നത് ശരിയല്ല, സംസ്കാരങ്ങളെ ഇല്ലാതാക്കൽ ഒരു രാജ്യവും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. അത്തരം പ്രസ്താവനകളൊക്കെ അദ്ദേഹം പറഞ്ഞത് ട്രംപിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകൂടം വിരട്ടി എന്ന് പറയുന്ന വാർത്ത ഇന്നലെ ഒരുപാട് അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ മാർപ്പാപ്പായെ വിരട്ടുകയും ഇറാനെ ബഹുമാനിച്ചും തുടങ്ങിയിട്ടുണ്ട് ട്രംപ്. എന്താ ഇറാനോട് പറഞ്ഞതെന്നറിയാമോ? ഹോർമിസ് കടലിടുക്കിൽ കാശ് പിരിക്കുന്നത് അത്ര നല്ല ഒരു ഏർപ്പാടല്ല, അതങ്ങ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നന്നാവുക. എന്ത് മാന്യതയുള്ള ഭാഷയാണെന്ന് നോക്കി. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഹോർമിസ് കടലിടുക്കിലേ വണ്ടികളുടെ പിരിവ് നടത്തുന്നത് അത്ര നല്ലതല്ല, അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക, നിങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യുമല്ലോ എന്ന് സ്വന്തം ട്രംപ്. പടച്ചതമ്പുരാനെ, എങ്ങനെ ചിരിക്കാതിരിക്കും. നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് തന്നെ ഈ നിമിഷങ്ങൾ ഓർത്ത് ചിരിക്കാനാണെന്ന് വിചാരിക്കും. ഒരുപാട് ആളുകൾ ഈ ഇലക്ഷൻ തിരക്കിൽ ഇത് കാണാതെ പോയി. ട്രംപിൻ്റെ ഈ ബഹളവും വെപ്രാളവും, ഈ രാത്രി 7 മണിക്ക് ബോംബിട്ട് തകർക്കുമെന്നും 8 മണിക്ക് ഇല്ലാതാവുമെന്നും, പിന്നെ പുള്ളിയാണെങ്കിൽ ചാരം വാരാൻ കൊട്ടയും വട്ടിയൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ വിട്ട് ഇറാനെ മൊത്തം കൂമ്പാരമാക്കിയിട്ട് അത് മുഴുവൻ വാരിക്കൊണ്ട് കളയാൻ. സംഗതി അത് കണ്ട് എല്ലാവരും അങ്ങ് മൂത്ത് നിന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് വേറൊന്നാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ സംഗതി. മാർപ്പാപ്പായ വരട്ടാവല്ലോ, അദ്ദേഹം പാവപ്പെട്ട മനുഷ്യനല്ലേ, അദ്ദേഹം പറയുന്നത് സത്യവും ധർമ്മവും നീതിയുമൊക്കെയല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, എപ്പോഴും അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത്. കാരണം പുള്ളിക്ക് പേടിക്കണ്ട, പുള്ളിയുടെ ഈ ബാലിസ്റ്റിക് മിസൈലില്ല, പുള്ളിയുടെ പുറകിൽ റഷ്യയും ചൈനയും ഇല്ല, പുള്ളിയുടെ പുറകിൽ ഒന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നന്മ പറഞ്ഞൊരു ചെറിയ രാജ്യത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ നയിച്ചങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ ചില ഭർത്താക്കന്മാർ ഈ അയൽ വീട്ടിൽ വഴക്കിന് പോയി അവൻ്റെ കയ്യിൽ നിന്ന് 2 അടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നൊന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ട് അവനോട് വളരെ മാന്യമായി പെരുമാറുകയും വീട്ടിലെ ഭാര്യയെ എടുത്ത് കയറിയാത്ത് എന്നൊക്കെ പറയത്തില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീര്യം നഷ്ടപ്പെട്ടില്ലെന്ന് തോന്നാൻ വേണ്ടി അവളുടെ മേക്കിട്ടൊന്ന് കയറി ഒരു ചാമ്പ്യനാവുന്നത് നല്ലതാണ്, ആത്മവിശ്വാസം വർദ്ധിക്കും. കാരണം അവത്തുങ്ങൾ പാവപ്പെട്ടവരൊന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ ഭാര്യയുടെ ആങ്ങളെയോ ഒക്കെ ദുർബലനാണെങ്കിൽ അവനിത് കേട്ടോണ്ട് നിൽക്കും. പക്ഷേ ഈ അയൽക്കാരനോട് പിന്നെ കളിക്കാൻ പോകത്തില്ല, പിന്നെ അവനോടൊരു ബഹുമാനത്തിലൊക്കെ ആയിരിക്കും. അതായത് അവൻ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കും, നല്ലതാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഭാര്യ എടുത്ത് കയറിയകത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഇറാനോട് പറയുക, തുറന്നു കിടന്ന ഹോർമിസ് കടലെടുക്ക് ഓർമ്മ വേണം, എല്ലാ കപ്പലുകൾക്കും അതിലേക്കൂടെ പോകാമായിരുന്നു, ഇപ്പോൾ 15 കപ്പലാണ് കടത്തിവിടുന്നത്, അതിനകത്ത് ഗുണ്ടാപ്പിരിവ് ഉണ്ടെന്നാണ് പറയുന്നത്. $1,00,000 എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് പോവും, അല്ല എന്തോ ചെയ്യാനൊക്കും, ഇത്രയും മണി സാധനമാണോ ഇതിനകത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല IRGC വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെക്ക് വടക്ക് മാറി പൊയ്ക്കണമെന്ന്, നടുക്ക് മൊത്തം ബോംബ് കുഴിച്ചിട്ടേക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രശ്നവും ഇല്ലാതെ ചർച്ച നടത്തി ഇനി ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിൻ്റെ പുറത്ത് ഇത്രയേ ആക്രമണങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് അണച്ച് ദൂരെ മാറി കടന്നുകൊണ്ട് ഇപ്പം മാർപ്പാപ്പായ ചട്ടം പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് മര്യാദയോടാണ് പെരുമാറുന്നത്. ഓഹ്, അങ്ങ് നന്നായി ട്രംപ്. ഇത്രയും നല്ലൊരു മനുഷ്യനില്ല. ഇങ്ങനെ വേണം. ഇല്ല, പണ്ടത്തെ കാലത്ത് ഈ കുട്ടികളെ കുരുത്തക്കേടിന് കൊണ്ടാക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ സർക്കാരിൻ്റെ, അവിടെ കൊണ്ട് വിട്ടതുപോലെ അങ്ങ് നന്നായി. നല്ല ചക്കര പയ്യൻ, മുഞ്ചുള്ള പയ്യൻ ട്രംപ്.